നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യയിലെ ജനങ്ങളോട് പിണക്കത്തിലാണ്. അവരുടെ പ്രതിനിധികളെ കാണാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. പാർലമെൻറ്റിൽ വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരും, പോകും. എന്താ പാർലമെൻറ്റിൽ വരാത്തത്? ഈ ഒളിച്ചുകളി എന്താണ്? സാധാരണ ഒളിക്കുന്നത് ആരൊക്കെയാണ്? കുറ്റവാളികൾ ഒളിച്ചിരിക്കും, പോലീസിനെ പേടിച്ച്. കൊലപാതകികൾ ഒളിച്ചിരിക്കും. അതിന് ഒളിവിൽ പോവുക എന്നാണ് പറയുക. അങ്ങനെ ഒരു ഒളിവിൽ പോക്കാണ് അദ്ദേഹം നടത്തുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പനുസരിച്ച് ജൻസികളെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ടി.ജി. മോഹൻദാസിൻ്റെ ഉപദേശം, അതുപോലുള്ള ഉപദേശമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തിനധികം പറയുന്നു, RSS മേധാവി വരെ ജൻസി കുട്ടികൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഈ നാട്ടിൽ ഞാൻ രാജ്യം നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ അവരൊക്കെ മറുപക്ഷം ചേരുന്നത് ശരിയാണോ? ഇങ്ങനെയുള്ള ചിന്തയാണ് അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. തന്നെ ആരും അത്ര കാര്യമാക്കുന്നില്ല. ജൻസി കുട്ടികളെ കൈകാര്യം ചെയ്തിട്ടുള്ള നാടുകളെക്കുറിച്ച് അറിയാമോ? ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറിൽ എന്താ സംഭവിച്ചത്? സിലോണിൽ, നേപ്പാളിൽ, അങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഈ ജൻസി കുട്ടികൾ അവിടുത്തെ കുഴപ്പം പിടിച്ച ഭരണാധികാരികളെ ശരിയായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതവിടെയാണ്, ഇന്ത്യയിൽ നടക്കുകയില്ല. ഇന്ത്യയിൽ അത് കൈകാര്യം ചെയ്യാൻ അമിത്ഷാ എന്ന ഞാനുണ്ട്. എനിക്കറിയാതെ കൈകാര്യം ചെയ്യാൻ, പക്ഷേ കൈകാര്യം ചെയ്യിക്കണ്ടേ? ചെയ്യിക്കില്ല. അതിനിടയ്ക്ക് പ്രധാനമന്ത്രി വീഡിയോ ഇടുന്നു, 2-3 വീഡിയോയിലേ ഇടുന്നത്. ഇതൊക്കെ ശരിയാണോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ് അമിത്ഷായ്ക്ക്. ഇദ്ദേഹം ഇന്ത്യയെ നാണം കെടുത്തിയതിന് മാപ്പ് പറയണം ജനങ്ങളോട്. എന്താ 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 അദ്ദേഹം ചെയ്തത്? കുട്ടികളെ വെടിവെക്കാനുള്ള തോക്കിരിക്ക് പെല്ലറ്റ് വെച്ച് വെടിവെക്കുക. എന്താണ് അതിൻ്റെ കാരണം മനസ്സിലാക്കി അതിനുള്ള ചികിത്സയല്ലേ വേണ്ടത്? നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തിയത് കുട്ടികളാണോ? അല്ലല്ലോ. ഈ അമിത്ഷായും പ്രധാനമന്ത്രിയും ഒക്കെ കൂടി അടങ്ങിയ സമിതി നിയോഗിച്ച ആളുകളല്ലേ ഇതൊക്കെ ചെയ്തത്. അവർ പണം ഉണ്ടാക്കിയതിൽ പങ്ക് ഒരുപക്ഷെ അതെങ്ങനെ പറയാമോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഈ ഷാമാർക്കൊക്കെ കിട്ടിക്കാണും. അതുകൊണ്ടല്ലേ അവർക്ക് ഇത്ര കലിപ്പോ? ഏതായാലും നിങ്ങൾക്കിങ്ങനെ കൂടുതൽ നാൾ ഒളിച്ചിരിക്കാനാവുകയില്ല. ഇന്ത്യയിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറി തുടങ്ങി. ബീഹാറിൽ സംഭവിച്ചില്ലേ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ? എന്താ സംഭവിച്ചത്? നിങ്ങളുടെ സീറ്റല്ലായിരുന്നോ? പിടിച്ച ആമ്പിള്ളേർ കൊണ്ടുപോയില്ലേ? അതുപോലെ ഓരോന്നായിട്ട് ജനങ്ങൾ കൈകാര്യം ചെയ്ത് തുടങ്ങും. മണിപ്പൂർ കൈകാര്യം ചെയ്തതുപോലെ, കാശ്മീർ കൈകാര്യം ചെയ്തതുപോലെ, നമ്മുടെ കർഷകരെ കൈകാര്യം ചെയ്തതുപോലെ ഒക്കെ എന്തും ചെയ്യാം എന്ന ആ ഒരു മനസ്സിലിരിപ്പ് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യൻ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ജൻസി കുട്ടികൾ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം വാസ്തവമാണ്. അതിന് പരിഹാരം ഉണ്ടാക്കണം. അതാണ് പറയാനുള്ളത്. എത്രയോ ഭരണാധികാരികളെ നെട്ടോട്ടം ഓടിച്ച നാടാണിത്. പിന്നെയാണോ ഒരു അമിത്ഷാ? അറിയാം, അമിത്ഷാ അടുത്ത പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. അവിടെ വേറൊരു സ്ഥാനാർത്ഥി കൂടെയുണ്ട്. അത് നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പിണക്കത്തിനാണ്. ഒളിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങളൊട്ട് പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല, അത് 100% ഉറപ്പാണ്.
ഏതായാലും ജൻസി കുട്ടികൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് മാന്യമായ പരിഹാരം ഉണ്ടാക്കി എന്നിട്ട് നിങ്ങൾ പാർലമെൻറ്റ് വരുന്നതായിരിക്കും നല്ലത്. അല്ലാതെ കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകികളും ഒളിവിൽ പോകുന്നത് പോലെ ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടാമെന്ന് നിങ്ങൾ കരുതണ്ട. ശരി, അങ്ങനെയൊക്കെ തന്നെ വേണം. ഓക്കെ.